നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണത്തിലെ അധ്യായം 2 ശ്രീപരമേശ്വര കൂളിവാക സംഗമം ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് 7-ാം ദിനം. ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ പ്രഭാതനിഷ്ഠകൾ കഴിഞ്ഞ് ജലഗന്ധ പുഷ്പധൂപ ദീപാരാധന ചെയ്തതിന് ശേഷം പ്രജകളുടെ ക്ഷേമാശ്വര്യാർത്ഥം 12 വർഷത്തിലൊരിക്കൽ തൻ്റെ പള്ളി നായാട്ടിനായി പുറപ്പെട്ടു. വനമധ്യേ എത്തിയപ്പോൾ സുഗന്ധപൂർണമായ മന്ദമാരുതൻ തൻ്റെ ശരീരത്തിൽ തഴുകി നീങ്ങുന്നതായി ഭഗവാൻ പരമേശ്വരന് അനുഭവപ്പെട്ടു. കാട്ടാറിൻ്റെ കളകാരവും തൻ്റെ കർണങ്ങൾക്ക് വളരെ മധുരിമ പകരുന്ന സർവദാ സന്തത സഹചാരിയായി എന്നും കൂടെയുള്ള ഭഗവാന്റെ വാഹനമായ നന്ദികേശന്റെ പുറത്തുനിന്നും പരമേശ്വര ഭഗവാൻ താഴെ ഇറങ്ങി. നന്ദി, നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? നന്ദി പറഞ്ഞു, ഇത് വനരാജാവായ കുക്കുന്ദരരാജന്റെ കാനനമല്ലേ പ്രഭു? ശരിയാണ്. എവിടെ നിന്നാണ് സുഗന്ധപൂർണമായ കാറ്റിൻ്റെ ഉറവിടം എന്നറിയണമല്ലോ. അങ്ങനെ ഭഗവാന്റെ പാദകമലം മുന്നോട്ടു ചരിച്ചു. പെട്ടെന്ന് തന്നെ തനിക്ക് അനുഭവപ്പെട്ട സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പരമേശ്വര ഭഗവാന് കഴിഞ്ഞു. ഭഗവാൻ പരമേശ്വരന്റെ മനസ്സിൽ തെളിഞ്ഞത്, ദേവി പാർവതി എന്തിനാണ് ഈ കാനനച്ചോലയിൽ നീരാട്ട് നടത്തുന്നത് എന്നാണ്. സംശയേനെ വീണ്ടും സസൂക്ഷ്മം വീക്ഷിച്ച ഭഗവാന് മനസ്സിലായി, അത് പാർവതി ദേവിയല്ല, പിന്നെ ആരാണ് നീരാട്ട് നടത്തുന്നത്? അഭൗമമായ സൗന്ദര്യമുള്ള ഇവൾ ആരാണ്? കുക്കുന്ദരൻ എന്ന വനരാജാവിൻ്റെയും വനശ്രീ എന്ന വനദേവതയുടെയും ഏകമകളായ കരിനീലിയുടെ മായാരൂപമായ കൂളിവാക പെണ്ണിനെ കണ്ട് ഭഗവാൻ എന്തെന്നില്ലാതെ ഒരു ആകർഷണം കൂളിവാക പെണ്ണിനോട് തോന്നി. ആ സുന്ദരിയുടെ കണ്ണുകൾ അത്യുഗ്രമായി ശോഭിക്കുന്നുണ്ടായിരുന്നു. ആ സുന്ദരിയുടെ അങ്കലാവണ്യം വർണ്ണനകൾക്ക് അപ്പുറമായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും പ്രകൃതി പോലും ലയിച്ചു ചേരുന്ന സുഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ആ കാനന റാണിയുടെ കാർക്കൂന്തലിൽ തിരികെ വെച്ച ദശപുഷ്പങ്ങൾ ആ മനോഹരിക്ക് അനുരാഗത്തിൻ്റെ വശ്യത പകർന്നു. വെണ്ണക്കൽ പ്രതിഭ പോലെ തോന്നിക്കുന്ന ആ സുന്ദരിയുടെ ശരീര സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഉഗ്രമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന തരുണിയുടെ കൺപീലികൾ മഴവിൽ കണക്കെ ശോഭിക്കുന്നുണ്ടായിരുന്നു. ഉരുണ്ടു തുടുത്ത നിൽക്കുന്ന ആ സുന്ദരിയുടെ മാറിടത്തിലെ കുജനനയനങ്ങൾ അനുരാഗത്തിൻ്റെ കാമാഗ്നി ജ്വലിപ്പിച്ചു. മധുരസംഗീതം ആസ്വദിക്കുന്ന കർണലാവണ്യം, മനോഹരമായ നെറ്റിത്തടത്തിന് അനുയോജ്യമായ കവിൾത്തടവും അധരവും കൈകാലുകളും നിതംബങ്ങളും തനുകാന്തിക്ക് കൂടുതൽ മികവേകി. അവളുടെ രൂപലാവണ്യം കണ്ടാൽ കാനനത്തിലെ രാജകുമാരിയായിരിക്കുമെന്ന് തോന്നിക്കുന്നുണ്ടായിരുന്നു. ആ സുന്ദരിയുടെ ശരീരമാതൃക തന്നെ സർവലക്ഷണങ്ങളും മൊത്ത ശ്രീരത്നം കണക്കെ ശോഭിക്കുന്നുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പോലും കഴിയില്ല ആ സുന്ദരിയുടെ സൗന്ദര്യം. കാനനത്തിലെ ആ ദേവിയോട് ഭഗവാൻ പരമേശ്വരൻ ചോദിച്ചു. തുടർന്ന് നാളെ കേൾക്കുക.